സിഗരറ്റ് പാക്കറ്റ് ഒന്നിന് 80 രൂപ. പരമാവധി വിൽപ്പന വില 80 രൂപ എന്ന പാക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ. സംശയം തീർക്കണമല്ലോ. MRP രേഖപ്പെടുത്തിയ ഭാഗത്ത് ചുരണ്ടി നോക്കി. 80 രൂപ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം പതിയെ ഇളകി വന്നു. സ്റ്റിക്കർ മാറ്റിയപ്പോൾ ഒറിജിനൽ MRP കണ്ടു, 49 രൂപ. 49 രൂപ MRP ഉള്ള സിഗരറ്റാണ് 80 രൂപ എന്ന് രേഖപ്പെടുത്തി വിൽപ്പന നടത്തുന്നത്. ചില്ലറ വ്യാപാരികൾക്കാണ് തട്ടിപ്പ് സംഘം വ്യാജ MRP സ്റ്റിക്കർ പതിച്ച സിഗരറ്റ് പാക്കറ്റുകൾ വിൽക്കുന്നത്. 60 രൂപയ്ക്ക് ഒരു പാക്കറ്റ് സിഗരറ്റ് ചില്ലറ വ്യാപാരികൾക്ക് തട്ടിപ്പ് സംഘം നൽകും. ഒരു പാക്കറ്റ് വിറ്റാൽ 20 രൂപ ലാഭം കിട്ടുമെന്നതിനാൽ ചില്ലറ വ്യാപാരികൾ ഈ വിലയ്ക്ക് തട്ടിപ്പ് സംഘത്തിൽ നിന്നും സിഗരറ്റ് പാക്കറ്റ് വാങ്ങും. അതായത് 49 രൂപ വിലയുള്ള സിഗരറ്റ് പാക്കറ്റ് തട്ടിപ്പ് സംഘം ചില്ലറ വ്യാപാരികൾക്ക് നൽകുന്നത് 60 രൂപയ്ക്ക്. ചില്ലറ വ്യാപാരി ഇത് വിൽക്കുന്നത് 80 രൂപയ്ക്കും. ലീഗൽ മെട്രോളജി കൺട്രോളർ അബ്ദുൾ ഖാദറിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. സംസ്ഥാനത്താകെ 51 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സിഗരറ്റ് വിറ്റ ചില്ലറ വ്യാപാരികൾക്കെതിരെയാണ് കേസ്. തട്ടിപ്പ് സംഘം സിഗരറ്റ് ചില്ലറ വ്യാപാരികൾക്ക് നൽകുമ്പോൾ ബിൽ തുക കൈമാറില്ല. ബൈക്കിലെത്തുന്ന സംഘമാണ് സിഗരറ്റ് നൽകുന്നതെന്നാണ് ചില്ലറ വ്യാപാരികൾ ലീഗൽ മെട്രോളജി വിഭാഗത്തെ അറിയിച്ചത്. ഇവർ ആരാണെന്നോ എവിടെയുള്ളവരാണെന്നോ തങ്ങൾക്കറിയില്ലെന്നും ചില്ലറ വ്യാപാരികൾ പറയുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ നടത്തിയ റെയ്ഡിൽ 14 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പത്തനംതിട്ട ലീഗൽ മെട്രോളജി അസിസ്റ്റന്റ് കൺട്രോളർ സുജിത് KG പറഞ്ഞു. ജില്ലയിൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ 14 കേസുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 12 കേസുകളായിട്ട് 65,000 രൂപ കോമൺ ഫീ അടച്ചു കഴിഞ്ഞു. കൃത്രിമം കാണിച്ചിരിക്കുന്നത് MRPയുടെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉപയോഗിച്ച് കൂടിയ വില 49 രൂപ, MRPയുടെ പുറത്ത് 80 രൂപ രേഖപ്പെടുത്തി സ്റ്റിക്കർ പതിച്ചിരിക്കുകയാണ്. ഇത്തരം പാക്കറ്റുകൾ ഒരു ബൈക്കിലോ മറ്റേതെങ്കിലും വാഹനങ്ങളിലോ കടകളിൽ കൊണ്ട് കൊടുക്കുകയാണ്. ഇതിന് ബില്ലോ മറ്റു രേഖകളോ ഇവർ കൊടുക്കാറില്ല. കാരണം ഇതിന്റെ ഉറവിടത്തെപ്പറ്റി നമുക്ക് ഒരു രീതിയിലും നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള രീതിയിലല്ല ഇത് വിൽക്കുന്നത്. ചെറുകിട കച്ചവടക്കാർ ഇത് ഇവരുടെ കയ്യിൽ നിന്ന് ഉയർന്ന ലാഭം പ്രതീക്ഷിച്ച് ഇത് വിൽക്കാൻ എടുത്തു വെക്കുകയാണ്. രേഖപ്പെടുത്തിയ MRPയുടെ മുകളിൽ ഒരു കാരണവശാലും യാതൊരുവിധ ഓൾട്ടറേഷനും പാടില്ല. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഇത് പാക്കറ്റ് കമ്മോട്ടിച്ച് പരിശോധിക്കുമ്പോൾ MRP പ്രത്യേകം നോക്കാറുണ്ട്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകത കാണുവാണെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കുകയും ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. തിരുവനന്തപുരത്ത് 47 പരിശോധന നടത്തി 23 കേസെടുത്തു, 20,000 രൂപ പിഴ ചുമത്തി. കൊല്ലത്ത് 12 പരിശോധനയിൽ 4 കേസെടുത്തു, 55,000 രൂപ പിഴ ചുമത്തി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ 10 പരിശോധനകൾ വീതം നടത്തി 3 കേസുകൾ വീതമെടുത്തു. ആകെ 40,000 രൂപ പിഴ ചുമത്തി. എറണാകുളത്ത് 10 പരിശോധന നടത്തി 3 കേസെടുത്തു, 10,000 രൂപ പിഴ ചുമത്തി. പാലക്കാട് 30 പരിശോധന നടത്തി 2 കേസെടുത്തു, 5,000 രൂപ പിഴ ചുമത്തി. മലപ്പുറത്ത് 38 പരിശോധന നടത്തി 3 കേസെടുത്തു, 47,000 രൂപ പിഴ ചുമത്തി. വയനാട് 1, കോഴിക്കോട് 2, കണ്ണൂർ 3, കാസർകോട് 2 കേസ് എടുത്തിട്ടുണ്ട്. അപ്പോഴും യഥാർത്ഥ കുറ്റവാളി കാണാമറയത്താണ്. ചില്ലറ വ്യാപാരികൾക്ക് വ്യാജ MRP സ്റ്റിക്കർ പതിപ്പിച്ച സിഗരറ്റ് പാക്കറ്റ് എത്തിച്ചു നൽകുന്നവരെയാണ് ഇനി പിടികൂടേണ്ടത്. ഇത്തരം സിഗരറ്റ് പാക്കറ്റുകളിൽ MRPയിൽ കൃത്രിമം കാണിച്ചാണ് വലിയ കൊള്ള കച്ചവടക്കാർ നടത്തുന്നത്. ഇത് കണ്ടുപിടിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.